ഒരു പുള്ളി സൈഡിൽ കൂടി നടന്നൊരു പോക്ക് ജബ്. ഹേയോ, ഇന്ന് നവംബർ 13. മേ ബി ഒന്നെങ്കിൽ ഇന്ന് കാണാം, ഇല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ എൻ്റെ വ്ളോഗ് വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആസ് യൂഷ്വൽ ബാക്ക് ടു കൊച്ചി പോയിട്ട് വരുന്നു. കൊച്ചിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണ്. പിന്നെ കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു, അത് നടക്കില്ല നടത്തില്ല. ബർത്ത്ഡേ എന്നാലും സെലിബ്രേറ്റ് ചെയ്തു. വൺ ഓഫ് മൈ ബെസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. പോയത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, 11th എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 12th നൈറ്റ് കൊച്ചി സ്റ്റേ ചെയ്തു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓഡിയോ കട്ടായി തോന്നുന്നു. ബർത്ത്ഡേ വിഷസ് വന്നുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. എന്തായാലും 25 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈഫിലേക്ക് കുറേ ഡിസിഷൻസ് ഇനി എടുക്കാനുണ്ട്. അങ്ങനത്തെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ പോകണം. ഒരു 174 കിലോമീറ്ററും കൂടെ ബാലൻസ് ഉണ്ട്. ഓൾറെഡി ബാക്കി 170 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോകാനുണ്ട്. ഈ പയ്യെ നിർത്തി റെസ്റ്റ് എടുത്ത് പോകണം. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നതാണ്. ലഗേജ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഗോപ്രോ വീട്ടിലാണ്, എടുക്കാൻ പറ്റിയില്ല. ഗിഫ്റ്റൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി ഓൺ ദ വേ എത്തട്ടെ. മാക്സിമം എത്ര പുഷ് ചെയ്യാൻ പറ്റും അത്ര പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൈവേ കയറാൻ പറ്റില്ലോ. ഹൈവേ ലൈക്ക് നമുക്ക് ഓപ്പോസിറ്റ് ഹൈവേ ഉണ്ട്. പക്ഷെ നമ്മൾ സർവീസ് റോഡിൽ പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പണി കിട്ടുന്നുണ്ട് കേട്ടോ. ചെന്ന് കയറുമ്പോൾ അവിടെ റോഡ് എൻ്റെ ആണ്. ബ്രിഡ്ജ് കാര്യങ്ങൾ വരുമ്പോൾ മാക്സിമം ഒന്ന് കയറാൻ നോക്കുക. റൂൾസിനെതിരാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ മാക്സിമം സൈഡ് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റും. ഓക്കെ, എന്തായാലും ഇപ്പോൾ 8:30. ഇനി ഒരു 9:30-10 മണിക്കൂർ റെസ്റ്റ്. 12 മണി 1 മണിക്കുള്ളിൽ വീട്ടിൽ എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും എത്തിയിട്ട് കാണാം. ബൈ. ബ്രേക്ക് എടുത്തു ഗൈസ്. വി ഹാവ് ചിക്കൻ ദോശ ഓൾറെഡി കഴിച്ചു തുടങ്ങി. കട്ടൻ വന്നിട്ടുണ്ട്. ഫിനിഷ് ചെയ്തിട്ട് കാണാം. 100+ കിലോമീറ്റേഴ്സ് കിട്ടും. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ അടിവാരത്തെത്തി. ഒരു 1.5-2 മണിക്കൂറോടെ കിടന്നു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇതാ ഏകദേശം വയനാട് കയറി കൽപ്പറ്റ കഴിഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 1.25 മണിക്കൂറിൽ 1 ഹവറിനുള്ളിൽ വീട്ടിലേക്ക് എത്തും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഏകദേശം സമയം 2 മണിയായിട്ടോ. ഒരു ചെങ്ങായി ആ റൂട്ടിൽ ഞാനിപ്പോൾ വയനാട് സ്ഥിതി നമുക്കറിയാലോ. നൈറ്റ് ആകുമ്പോൾ അധികം ആൾക്കാർ കാണത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക, ലൈറ്റൊക്കെ ഭയങ്കര ഡിമ്മാണ് അവിടെ. ഞാനിങ്ങനെ ഓക്കെ എന്നാൽ ഇതിനകത്തൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ച് ഞാൻ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ആക്കല്ല. ഒരു പുള്ളി സൈഡിൽ കൂടി നടന്നൊരു പോക്ക് വിറച്ചിട്ട് ഉള്ള ജീവൻ പോയി. വല്ല കടുവ എന്തൊരു സാറൊരു സൈഡ് കാറ്റാ നടത്താൻ കിടന്നു. ഞെട്ടിപ്പോയി. പുള്ളി നടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ബാക്കിലേക്ക് ആരുമില്ല, ഫ്രണ്ടിലേക്ക് ആരുമില്ല. ഞാൻ എൻ്റെ വണ്ടി മാത്രം. അപ്പം ഞാൻ എന്തായാലും കുറച്ചും കൂടെ ഓടിയിട്ട് എത്തും. നല്ല കോട കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. ഞാൻ അപ്പുറത്തേക്ക് അത്യാവശ്യം കോട തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഹേ ഗൈസ്, ഫൈനലി ഞാൻ എന്താ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്രയും 3 മണിക്ക് ഫുഡ് കഴിക്കണം, കിടക്കണം. ബാക്കി ഇപ്പോൾ ഇനി നാളെ വരുന്നവർക്കുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫോണിൻ്റെ സ്പേസ് ഫില്ലായി. അവിടെ നിർത്തിയിട്ട് എടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആ വഴിയിലൊരു മനുഷ്യൻ. അങ്ങനത്തെ നേരം വെളുത്തിരിക്കുന്നു. നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഗിഫ്റ്റിൻ്റെ വീഡിയോസും പിന്നെ കൊച്ചി പോയ കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്വന്തം LG. അപ്പോൾ ഓക്കെ, ബൈ.